ഒരു വിശുദ്ധയാകാൻ ശ്രമിച്ച അവൾ ചെയ്തത് ദൈവത്തിന് പോലും മാപ്പ് നൽകാൻ കഴിയാത്ത ഒന്നായിരുന്നു. അവളുടെ ഉള്ളിൽ യഥാർത്ഥത്തിലുണ്ടായിരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ഭീകരശക്തിയായിരുന്നോ? കണ്ണ് തള്ളിപ്പോകുന്ന ആ ക്ലൈമാക്സ് ട്വിസ്റ്റ് കൃത്യമായി മനസ്സിലാക്കാൻ വീഡിയോ അവസാനം വരെ കാണൂ. നമ്മുടെ കഥ തുടങ്ങുന്നത് KT എന്നു പേരുള്ള ഒരു നഴ്സിലൂടെയാണ്. ഒരു രോഗിക്ക് അവർ CPR കൊടുക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ജീവൻ രക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ആ ഒരു ആഘാതത്തിൽ KT അവിടെ തരിച്ചുപോയി നിൽക്കുകയാണ്. അവളുടെ കൈകളിലും മുഖത്തുമൊക്കെ ചോര പറ്റിയിരിക്കുന്നത് നമുക്ക് കാണാം. പിന്നീട് സീൻ കട്ടാവുകയാണ്. കുറച്ചു കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും KTയെ കാണുമ്പോൾ അവൾ അവളുടെ പഴയ ജീവിതവും പേരുമെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവൾ സ്വീകരിച്ചിരിക്കുന്ന പുതിയ പേരാണ് മോദ്. താൻ കാരണം ഒരു രോഗിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന ആ വലിയ കുറ്റബോധത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് അവൾ സ്വന്തം ജീവിതം തന്നെ ഇങ്ങനെ മാറ്റിയെടുക്കുന്നത്. അവൾ അവളുടെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. എപ്പോഴും പ്രാർത്ഥനയും ദൈവവുമായുള്ള കണക്ഷനുമൊക്കെ ആയിട്ടാണ് ഇപ്പോഴവളുടെ നടപ്പ്. KT ഒരു നേഴ്സായിരുന്നല്ലോ. ഇപ്പോഴും അവളുടെ ജോലിയിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ പണ്ട് ആശുപത്രിയിലായിരുന്നു ജോലി ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോഴവൾ ഹോം നഴ്സിംഗ് അല്ലെങ്കിൽ പ്രൈവറ്റ് നഴ്സിംഗ് ആണ് ചെയ്യുന്നത്. രോഗം ബാധിച്ച് മരണത്തോട് മല്ലിടുന്ന ആളുകളെ ഒരു ഏജൻസി വഴിയാണ് അവൾ കണ്ടെത്തുന്നത്. അവരുടെ അവസാന നിമിഷങ്ങൾ പരമാവധി സന്തോഷമുള്ളതാക്കാനും അവരെ പരിചരിക്കാനുമാണ് അവൾ ശ്രമിക്കുന്നത്. അങ്ങനെ KTക്ക് പുതിയൊരു ജോലി കിട്ടുകയാണ്. അമാൻഡ എന്നു പേരുള്ള ഒരു സ്ത്രീയെ പരിചരിക്കാൻ. അമാൻഡ പണ്ട് വളരെ പ്രശസ്തയായ ഒരു പോപ്പ് ഡാൻസറും കൊറിയോഗ്രാഫറുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്യാൻസർ ബാധിച്ച് മരണശയ്യയിലാണ് അവരുള്ളത്. അതുകൊണ്ട് അവളുടെ അവസാന നാളുകൾ സുഖകരമാക്കാൻ വേണ്ടിയാണ് അമാൻഡ ആ വീട്ടിലേക്ക് വരുന്നത്. KT അമാൻഡയുടെ വീട്ടിലെത്തി 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. മരണത്തോട് അത്ര അടുത്ത് നിൽക്കുമ്പോഴും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അമാൻഡ ചെയ്യുന്നുണ്ടായിരുന്നു. അമാൻഡ നിരന്തരം പുകവലിക്കുന്നു, ഡ്രംസ് വായിക്കുന്നു, രാത്രികളിൽ പുരുഷന്മാരും സ്ത്രീകളും അടക്കം പലരെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. തുടക്കത്തിൽ KT ഇതിലൊന്നും അധികം ഇടപെടാതെ അമാൻഡയെ നന്നായി പരിചരിക്കാൻ തന്നെ ശ്രദ്ധിച്ചു. പക്ഷേ അമാൻഡയുടെ ഈ ജീവിത രീതി കാണുമ്പോൾ KTക്ക് മറ്റൊരു ചിന്തയാണ് മനസ്സിൽ വരുന്നത്. ഈ സ്ത്രീയുടെ ജീവിതം നന്നാക്കിയെടുത്തുകൂടെ? അവരെ തന്നെപ്പോലെ ദൈവവിശ്വാസമുള്ള ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയാൽ മരണശേഷം അവരുടെ ആത്മാവിന് സ്വർഗത്തിൽ പോകാൻ കഴിയില്ലേ എന്ന് KT ചിന്തിക്കുകയാണ്. അങ്ങനെയിരിക്കെ അമാൻഡയ്ക്ക് ദൈവത്തിൽ ഒട്ടും വിശ്വാസമില്ലെന്നും അവരൊരു യുക്തിവാദിയാണെന്നും KT മനസ്സിലാക്കുന്നു. അന്നുമുതൽ അമാൻഡയെ എങ്ങനെയെങ്കിലും ദൈവവിശ്വാസിയാക്കി മാറ്റണമെന്ന് KT ഉറപ്പിച്ചു. ദൈവത്തെക്കുറിച്ചും മതപരമായ പല കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ KT അവളോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവം എങ്ങനെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും മറ്റും KT വിശദീകരിച്ചു കൊടുത്തു. എങ്കിലും ദൈവത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് അമാൻഡയ്ക്ക് ഇതിലൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അന്ന് രാത്രി അമാൻഡയെ കാണാൻ അവളുടെ ഒരു കൂട്ടുകാരി വീട്ടിലെത്തി. ഈ കൂട്ടുകാരി സ്ഥിരമായി അവിടെ വരാറുള്ളതുകൊണ്ട് KTക്ക് അവരെ നന്നായി അറിയാമായിരുന്നു. അവർ അമാൻഡയോടൊപ്പം ചിലവഴിക്കുന്ന ആ സമയം KTക്ക് തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കായി പുറത്തു പോകാൻ അവസരം ലഭിച്ചു. അങ്ങനെ KT അത്താഴം കഴിക്കാനായി പുറത്തേക്ക് പോവുകയാണ്. KT കുറച്ചുനേരം നഗരത്തിലൂടെ നടന്ന സമയം ചിലവഴിച്ചതിന് ശേഷം അമാൻഡയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. അപ്പോഴേക്കും അമാൻഡയുടെ മൂഡ് അപ്പാടെ മാറിയിരുന്നു. വളരെ സങ്കടത്തോടെയും ദേഷ്യത്തോടെയുമാണ് അമാൻഡ KTയോട് സംസാരിക്കുന്നത്. പണ്ട് എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നടന്ന ആളുകളൊന്നും ഇപ്പോഴെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നവൾ സങ്കടത്തോടെ പറയുന്നു. പെട്ടെന്നാണ് അമാൻഡ വളരെ വിചിത്രമായ ഒരു ചോദ്യം KTയോട് ചോദിച്ചത്. നിനക്ക് കൂട്ടിനാരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറുണ്ടോ? ഇതിന് KT നൽകിയ മറുപടി ഇതായിരുന്നു: എനിക്കങ്ങനെ ഒരാളുടെയും ആവശ്യമില്ല. താൻ തൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണെന്ന് അവൾ വ്യക്തമാക്കുന്നു. താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവം കാണുന്നുണ്ടെന്നും തന്നെ വിലയിരുത്തുന്നുണ്ടെന്നും അവൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിന് വേണ്ടി മാത്രമാണ്. ദൈവവുമായി അവൾ അത്രയധികം കണക്റ്റഡ് ആണ്. ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവളുടെ ശരീരത്തിനുള്ളിൽ തന്നെ അവൾക്ക് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു വലിയ കറണ്ട് അടിക്കുന്നത് പോലെയുള്ള ഒരു ഷോക്ക് അവളുടെ ശരീരത്തിലൂടെ കടന്നു പോവുകയും ആ വികാരം വളരെ സമയത്തേക്ക് അവളുടെ മനസ്സിലും ശരീരത്തിലും നിലനിൽക്കുകയും ചെയ്യും. KTയുടെ ഈ സംസാരം കേട്ട് അമാൻഡ അവളെ വളരെ വിചിത്രമായ രീതിയിലാണ് നോക്കുന്നത്. കാരണം ഒരു സാധാരണ മനുഷ്യന് ഇങ്ങനെ ചിന്തിക്കാനോ ജീവിക്കാനോ കഴിയില്ലല്ലോ. ഈ സമയത്ത് ആ മുറിയിലെ ലൈറ്റുകൾ ചെറുതായി മിന്നിമറയാൻ തുടങ്ങി. ഇത് കാണുമ്പോൾ KTക്ക് വീണ്ടും സന്തോഷമാകുന്നു. താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവം തൃപ്തനാണെന്ന് അറിയിക്കാൻ ദൈവം തരുന്ന ഒരു സൂചനയായിട്ടാണ് അവൾ ഇതിനെ കാണുന്നത്. KT അമാൻഡയോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ ജീവിതം നന്നാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്, നിങ്ങളെ ദൈവത്തിലേക്ക് നയിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന് ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. തുടർന്ന് തന്നോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ അവൾ അമാൻഡയോട് ആവശ്യപ്പെടുന്നു. ചിലപ്പോൾ നിങ്ങൾക്കും ആ ദൈവികമായ അനുഭൂതി നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞേക്കും എന്നവൾ പറയുന്നു. ഒട്ടും താല്പര്യമില്ലെങ്കിലും അമാൻഡ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വിചിത്രമായ ഒരു യോഗ രീതിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് അമാൻഡ KTയോട് പറയുന്നു, നീ പറഞ്ഞത് ശരിയാണ്. എനിക്കും എൻ്റെ ശരീരത്തിനുള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞു. ഇത് കണ്ട് തൻ്റെ ലക്ഷ്യം വിജയത്തിലേക്ക് അടുക്കുകയാണെന്ന് KTക്ക് തോന്നാൻ തുടങ്ങി. KTയുടെ ധൈര്യം വീണ്ടും കൂടി. ഇപ്പോൾ അവൾ അമാൻഡയുടെ ജീവിതത്തെ ഏതാണ്ട് പൂർണ്ണമായും നിയന്ത്രിക്കാൻ തുടങ്ങി.
അമാൻഡയ്ക്ക് കൊടുക്കുന്ന സിഗരറ്റുകളുടെ എണ്ണം അവൾ കുറച്ചു. മുറിയിലുണ്ടായിരുന്ന മദ്യക്കുപ്പികളെല്ലാം അവിടുന്ന് മാറ്റി പകരം ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ നൽകാൻ തുടങ്ങി. അവളെ സംബന്ധിച്ച് അമാൻഡയുടെ ജീവിതം ഒരുപാട് മെച്ചപ്പെട്ടിരുന്നു. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും അമാൻഡയുടെ ജീവിതത്തിൽ കേറ്റിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. അവളുടെ കൂട്ടുകാരിയായ കരോൾ. കരോൾ അവിടെ വരുമ്പോഴൊക്കെ കേറ്റി അവരെ കണ്ണുവെട്ടിക്കാതെ നിരീക്ഷിക്കുമായിരുന്നു. അവരുടെ അവിടുത്തെ പെരുമാറ്റം കേറ്റിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഒടുവിൽ ദേഷ്യം സഹിക്കാനാവാതെ കേറ്റി കരോളിനോട് തട്ടിക്കയറി. നീ ഇവിടെ വരുമ്പോഴൊക്കെ അമാൻഡയെ തെറ്റായ വഴിയിലേക്കാണ് നയിക്കുന്നത്. ഇനി ഇവിടെ വന്ന് അവരുടെ മെച്ചപ്പെട്ടു വരുന്ന ഈ പുതിയ ജീവിതം നശിപ്പിക്കരുത്. എന്നാൽ കരോൾ കേറ്റിയോട് തട്ടിച്ചോദിച്ചു, ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ നീ ആരാണ്? എങ്കിലും ഞാൻ അമാൻഡയെ നേർവഴിക്ക് നയിക്കുന്നവളാണ് എന്നാണ് കേറ്റി മറുപടി നൽകിയത്. കേറ്റിയോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് കരോളിന് മനസ്സിലായപ്പോൾ അവൾ അവിടെ വരുന്നത് കുറച്ചു. അതോടെ അമാൻഡ ആകെ ഡിപ്രഷനിലായി. പക്ഷെ കേറ്റി വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം കുറച്ച് ദിവസങ്ങളായി അമാൻഡ തെറ്റായ ഒരു കാര്യവും ചെയ്യുന്നില്ലല്ലോ. ഈ സമയങ്ങളിലൊക്കെ കേറ്റിക്കും ചില വിചിത്രമായ അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ചിലപ്പോൾ അവൾ അമിതമായി ആഹ്ലാദിക്കുകയും ഓവർ ആക്റ്റീവ് ആവുകയും ചെയ്യും. അവളുടെ വിശ്വാസമനുസരിച്ച് ദൈവം അവളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അവൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രിയിൽ നടക്കാനിറങ്ങിയ കേറ്റി തൻ്റെ പഴയ സഹപ്രവർത്തകയായ ജോയിയെ കാണുന്നു. അവളെ കണ്ടതിൽ ജോയിക്ക് വളരെ സന്തോഷവും അത്ഭുതവും ഉണ്ടായിരുന്നു. പഴയ ആ ആശുപത്രി സംഭവത്തിന് ശേഷവും കേറ്റി ഇപ്പോഴും നഴ്സായി ജോലി ചെയ്യുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ജോയിയുടെ അത്ഭുതം ഇരട്ടിയായി. എങ്കിലും പോകുന്നതിന് മുൻപ് ജോയി കേറ്റിക്ക് തൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു, നിനക്കെപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം, നമുക്ക് കാണാം. ഇതിനുശേഷം കേറ്റി തിരികെ വീട്ടിലെത്തുമ്പോൾ കാണുന്നത് കലി തുള്ളി നിൽക്കുന്ന അമാൻഡയാണ്. കരോളിനെ വീട്ടിൽ നിന്ന് വിലക്കിയത് കേറ്റിയാണെന്ന് അമാൻഡ ഇതിനോടകം അറിഞ്ഞിരുന്നു. അമാൻഡയുടെ ഈ ദേഷ്യം കേറ്റിയെ മാനസികമായി വല്ലാതെ തളർത്തി. ഇതിന് പ്രായശ്ചിത്തമെന്നോണം സ്വന്തം കൈ സ്റ്റൗവിലെ തീയിൽ കാട്ടി സ്വയം ശിക്ഷിക്കാൻ പോലും അവൾ തയ്യാറാവുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത ദിവസം അമാൻഡ അവളുടെ വീട്ടിൽ ഒരു പാർട്ടി നടത്തുകയും കേറ്റിയോട് അതിൽ നിർബന്ധമായും പങ്കെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ കേറ്റിക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷെ പാർട്ടി നടക്കുന്നിടത്തേക്ക് എത്തിയപ്പോൾ അവിടുത്തെ അന്തരീക്ഷം അവളെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കി. അവിടെയുള്ള എല്ലാവരും മദ്യപിച്ചും പുകവലിച്ചും ബഹളമുണ്ടാക്കുകയായിരുന്നു. ഇതൊക്കെ വലിയ പാപങ്ങളാണെന്നാണ് കേറ്റി വിശ്വസിച്ചിരുന്നത്. ബാക്കിയുള്ളവർ എന്ത് ചെയ്താലും അവൾക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. എന്നാൽ അമാൻഡയെ വേർവഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തം ദൈവം തനിക്ക് നൽകിയതാണെന്നാണ് കേറ്റി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയിൽ വെച്ചും അമാൻഡ മദ്യത്തിൽ നിന്നും സിഗരറ്റിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കണമെന്ന് കേറ്റി ആഗ്രഹിച്ചു. എന്നാൽ അമാൻഡ അവളെ അവിടെയിട്ട് പരിഹസിക്കാൻ തുടങ്ങി. വന്ന അതിഥികളോടെല്ലാം അവൾ പറഞ്ഞു, ഇതാണ് കേറ്റി, എല്ലാവരും പരിചയപ്പെട്ടോളൂ. അവൾ ഒരു വിശുദ്ധയാണ്, എൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ വന്ന രക്ഷകയാണെന്ന് അവളുടെ വിചാരം. അവൾ എൻ്റെ ആത്മാവിനെ രക്ഷിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമത്രേ. തലേ ദിവസം രാത്രി കേറ്റി അമാൻഡയ്ക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം സമ്മാനമായി നൽകിയിരുന്നു. അതിൽ അവളുടെ ഒപ്പിനൊപ്പം ആത്മാവിൻ്റെ രക്ഷക എന്നും എഴുതി വച്ചിരുന്നു. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കേറ്റിയെ കളിയാക്കി ചിരിക്കാനും പരിഹസിക്കാനും തുടങ്ങി. ഈ പരിഹാസം കേറ്റിയെ വല്ലാതെ വേദനിപ്പിക്കുകയും ദേഷ്യപ്പെടുത്തുകയും ചെയ്തു. നിയന്ത്രണം നഷ്ടപ്പെട്ട അവൾ എല്ലാവരുടെ മുൻപിൽ വെച്ച് അമാൻഡയുടെ മുഖത്തടിച്ചു. ഈ ഒരു കടുംകൈ കാരണം അവൾക്ക് അമാൻഡയെ പരിചരിക്കുന്ന ജോലി മാത്രമല്ല, അവൾ ജോലി ചെയ്തിരുന്ന പ്രൈവറ്റ് ഏജൻസിയിലെ ജോലിയും നഷ്ടപ്പെട്ടു. അവരെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് കാണിക്കുന്നത്. കേറ്റി അവളുടെ വീട്ടിലിരിക്കുകയാണ്. മുൻപത്തേക്കാൾ വലിയ വിഷാദത്തിലാണ് ഇപ്പോൾ അവൾ. സ്വയം പൊള്ളിച്ച കൈ ഇപ്പോൾ പഴുത്ത് നാശമായിരിക്കുകയാണ്. അതിൻ്റെ കഠിനമായ വേദന അവൾ അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവളുടെ വയറ്റിൽ വിചിത്രമായ രീതിയിലുള്ള ഒട്ടനവധി മുറിവുകളും ചതവുകളും നമുക്ക് കാണാം. അമാൻഡയെ ദൈവത്തിലേക്ക് നയിക്കുക എന്ന ദൗത്യത്തിൽ താൻ പരാജയപ്പെട്ടതുകൊണ്ട് ദൈവം തന്നോട് ദേഷ്യത്തിലാണെന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങി. ദൈവം തന്നെ ഉപേക്ഷിച്ചു എന്ന് കരുതിയ അവൾ ആ ദേഷ്യത്തിലും സങ്കടത്തിലും പണ്ടുപേക്ഷിച്ച മോശം ശീലങ്ങളിലേക്ക് വീണ്ടും മടങ്ങിപ്പോയി. അവൾ പുറത്തുപോയി പുകവലിക്കാനും ബാറിലിരുന്ന് മദ്യപിക്കാനും അപരിചിതരായ പുരുഷന്മാരുമായി അടുപ്പത്തിലാകാനും വരെ തുടങ്ങി. ഇതിനുശേഷം അവൾ മറ്റൊരു പുരുഷനുമൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ ആ മനുഷ്യനുമായി അടുത്തിടപഴകുമ്പോൾ താനിത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നവൾക്ക് തോന്നുകയാണ്. ദൈവം തന്നോട് ദേഷ്യത്തിലാണ്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ആ ദേഷ്യം കൂടുതൽ കൂട്ടുകയേ ഉള്ളൂ എന്നവൾ ഭയന്നു. അവൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ മനുഷ്യൻ അവളോട് പറഞ്ഞു, ഹേ, എനിക്ക് നിന്നെ നന്നായി അറിയാം. എൻ്റെ ഒരു കൂട്ടുകാരനൊപ്പം നീ ഉണ്ടായിരുന്നിട്ട് അധികം നാളായിട്ടില്ലല്ലോ. അവളുടെ പഴയ മോശം ജീവിതത്തെക്കുറിച്ച് ആ മനുഷ്യൻ അവളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അവൻ്റെ ഈ സംസാരം കേട്ടതോടെ കേറ്റി കൂടുതൽ തളർന്നുപോയി. അവൾക്ക് വല്ലാതെ അസ്വസ്ഥത തോന്നുകയും തെറ്റാ മനുഷ്യൻ്റേതല്ല സ്വന്തം ഭാഗത്താണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. അവൾ അവിടെ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി കരഞ്ഞുകൊണ്ട് അവൾ ദൈവത്തോട് മാപ്പപേക്ഷിക്കാൻ തുടങ്ങി. ദൈവമേ, അങ്ങെൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്കൊരു സൂചന തരൂ. അങ്ങെന്നെ ഉപേക്ഷിച്ചോ എന്നവൾ കേണു പ്രാർത്ഥിച്ചു. ഈ സമയത്ത് ഒരു വിഷാദരോഗിയുടെ മുറി എങ്ങനെ ഇരിക്കുമോ അതുപോലെ അഴുക്കുപിടിച്ചും സാധനങ്ങളെല്ലാം ചിതറിക്കിടക്കുന്നതുമായ അവസ്ഥയിലായിരുന്നു കേറ്റിയുടെ വീട്. പെട്ടെന്നാണ് കേറ്റിയുടെ ശരീരം വായുവിൽ ഉയരാൻ തുടങ്ങുന്നത്. ഈ രംഗം കാണുമ്പോൾ ഏതോ ഒരു അദൃശ്യ ശക്തി അവളുടെ കൂടെയുണ്ടെന്ന് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ എന്തോ ഒരു ദുഷ്ടശക്തിയായിരുന്നു അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. എന്നാൽ അത് ദൈവമാണെന്നാണ് കേറ്റി തെറ്റിദ്ധരിച്ചത്. വായുവിൽ ഉയരാൻ കഴിഞ്ഞതോടെ ദൈവം വീണ്ടും തൻ്റെ കൂടെയുണ്ടെന്ന് അവൾക്ക് ഉറപ്പായി.
ദൈവത്തോട് കൂടുതൽ അടുക്കാനും തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനുമായി അവൾ സ്വയം ശിക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അവൾ തൻ്റെ ഷൂസിനുള്ളിൽ മൂർച്ചയുള്ള ആണികളും തറപ്പുകളും ഇട്ട് അത് ധരിച്ചു നടക്കാൻ തുടങ്ങി. ഇതവൾക്ക് കഠിനമായ വേദനയാണ് ഉണ്ടാക്കിയത്. തൻ്റെ ഈ കഠിനമായ വേദന കണ്ട് ദൈവം തന്നോട് ക്ഷമിക്കുമെന്നായിരുന്നു അവളുടെ വിചാരം. ഒരു ദിവസം മാർക്കറ്റിലൂടെ നടക്കുകയായിരുന്ന കേറ്റി അമാൻഡയെ നോക്കാൻ പുതിയൊരു ഹോം നേഴ്സ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. തന്നേക്കാൾ നന്നായി ആ നേഴ്സ് അമാൻഡയെ പരിചരിക്കുന്നുണ്ടായിരുന്നു. ഈ പുതിയ നേഴ്സിനെ കണ്ടപ്പോൾ കേറ്റിക്ക് തൻ്റെ പഴയ ദൗത്യം വീണ്ടും ഓർമ്മ വന്നു. ദൈവത്തിൻ്റെ കോപം തണുപ്പിക്കാൻ ഈ പുതിയ നേഴ്സ് വഴി തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞാലോ എന്നവൾ ചിന്തിച്ചു. പക്ഷേ കേറ്റി പറഞ്ഞതൊന്നും മനസ്സിലാക്കാൻ ആ പുതിയ നേഴ്സിന് കഴിഞ്ഞില്ല. മാത്രമല്ല, ആ നേഴ്സ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് കേറ്റിയോട് പറഞ്ഞപ്പോൾ കേറ്റിക്ക് വലിയ അസൂയയാണ് തോന്നിയത്. കാരണം ആ നേഴ്സിന് സുന്ദരമായൊരു കുടുംബമുണ്ടായിരുന്നു. ജോലിക്കൊപ്പം തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവൾ ഒരുപാട് ആസ്വദിക്കുന്നുമുണ്ടായിരുന്നു. കേറ്റി തൻ്റെ കൊച്ചുമുറിയിലേക്ക് തിരികെ എത്തി. ആ നിരാശയിലിരിക്കുമ്പോൾ പെട്ടെന്ന് അവളൊരു ഭയപ്പെടുത്തുന്ന വിചിത്ര ശബ്ദം കേൾക്കാനിടയായി. ആ ശബ്ദം അവളോട് പറഞ്ഞു, ഇനിയൊരു അവസാന പരീക്ഷണം കൂടിയുണ്ട്. അത് പൂർത്തിയാക്കിയാൽ ഞാനും നീയും ഒന്നായി മാറും. ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് ഉറച്ചു വിശ്വസിച്ച കേറ്റി ആ അവസാന ദൗത്യം ചെയ്യാൻ സമ്മതിച്ചു. തുടർന്ന് അവളൊരു മാലാഖയുടെ രൂപത്തിൽ വെള്ളത്തുണി കൊണ്ടുള്ള വിചിത്രമായൊരു വസ്ത്രം ധരിച്ചു. പിന്നീട് കത്തികളും കത്രികകളും മൂർച്ചയുള്ള ആയുധങ്ങളുമൊക്കെ കയ്യിലെടുത്തു. പെട്ടെന്ന് എന്തോ വലിയൊരു കാര്യം ചെയ്യാൻ അവൾ ഒരുങ്ങുകയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിലാണ് പെട്ടെന്ന് അവളുടെ മുറിയുടെ വാതിലിൽ ആരോ വന്നു മുട്ടുന്നത്. കേറ്റിയെ കാണാൻ അവളുടെ പഴയ സഹപ്രവർത്തകയായ ജോയ് വന്നു. അവൾ പറഞ്ഞു, കുറച്ച് ദിവസം മുൻപ് നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വല്ലാത്തൊരു തിരക്കിലായിരുന്നു, വലിയൊരു പ്രശ്നത്തിലായിരുന്നു. അതുകൊണ്ടാണ് മറുപടി തരാൻ കഴിയാതിരുന്നത്. ഇന്ന് ഞാൻ നിന്നെ കാണാൻ വന്നതാണ്. നീ ഇവിടെ സുരക്ഷിതയാണോ എന്ന് എനിക്ക് വല്ലാത്ത ആശങ്കയുണ്ടായിരുന്നു. വിചിത്രമായൊരു ഭാവത്തിൽ കേറ്റി അവളോട് പറഞ്ഞു, ഇനി നീ എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടതില്ല. ഞാനിപ്പോൾ തികച്ചും സന്തുഷ്ടയാണെന്ന് ഈ ലോകം മുഴുവൻ നീ കാണിച്ചു കൊടുക്കില്ലേ. ഈ സംഭാഷണത്തിലുടനീളം കേറ്റി ജോയിയുടെ മുഖത്തേക്ക് നോക്കുകയുമില്ലായിരുന്നു. മറിച്ച് അവൾ നോക്കിയത് മുകളിലേക്കാണ്. അവിടെ അവൾക്ക് ബൈബിൾ വചനങ്ങൾ തെളിഞ്ഞു വരുന്നത് കാണാമായിരുന്നു. ഇത് കേട്ടതോടെ ഭയന്നുപോയ ജോയ് അവിടെ നിന്നും വേഗം സ്ഥലം വിട്ടു. രാത്രിയായപ്പോൾ കേറ്റി താൻ തയ്യാറാക്കിയ വിചിത്രമായ ആ വെള്ള വസ്ത്രവും അണിഞ്ഞ് അമാൻഡയുടെ വീടിന് മുന്നിലെത്തുന്നു. അവിടുത്തെ ഇപ്പോഴത്തെ നേഴ്സ് പുറത്തു പോകാൻ അവൾ കാത്തിരുന്നു. അവൾ പോയതിനു ശേഷം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് കേറ്റി വാതിൽ തുറന്നകത്തു കയറി. കേറ്റി അമാൻഡയുടെ മുറിയിലെത്തുമ്പോൾ കാണുന്നത് രോഗം മൂർച്ഛിച്ച് എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാൻ സാധ്യതയുള്ള അവസ്ഥയിൽ കിടക്കുന്ന അമാൻഡയെയാണ്. കേറ്റി വന്ന ശബ്ദം കേട്ട് അമാൻഡ ഉറക്കത്തിൽ നിന്നുണർന്നു. എന്നാൽ കേറ്റിയെ കണ്ടപ്പോൾ അവൾ ഭയപ്പെടുന്നതിന് പകരം സന്തോഷിക്കുകയാണ് ചെയ്തത്. അവൾ പറഞ്ഞു, നീ ഇങ്ങോട്ടേക്കൊന്ന് വന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് നിന്നോട് മാപ്പ് ചോദിക്കണം. ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നിന്നോട് അത്രയും മോശമായി പെരുമാറാനും പരിഹസിക്കാനും പാടില്ലായിരുന്നു എന്നവൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കേറ്റിക്ക് അളവറ്റ സന്തോഷമുണ്ടായി. അവൾ അമാൻഡയോട് പറഞ്ഞു, ഞാൻ മാത്രമല്ല, ദൈവവും നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. തുടർന്ന് അവൾ ഒരു വശത്തേക്ക് മാറി നിന്നുകൊണ്ട് അമാൻഡയോട് പറഞ്ഞു, ആരെങ്കിലും ആത്മാർത്ഥമായി മാപ്പ് ചോദിച്ചാൽ ദൈവം അവരോട് ഉടൻ തന്നെ ക്ഷമിക്കും. അതുകൊണ്ട് നീയും ദൈവത്തോട് മാപ്പ് ചോദിക്കണം. പണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമാൻഡയുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു എന്ന് പറഞ്ഞ കാര്യം കേറ്റി അവളെ ഓർമ്മിപ്പിച്ചു. എന്നാൽ അമാൻഡ സങ്കടത്തോടെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, കേറ്റി, എനിക്ക് അങ്ങനെ ഒന്നും അനുഭവിച്ചിട്ടില്ലായിരുന്നു. നിന്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടി ഞാൻ വെറുതെ അഭിനയിച്ചതായിരുന്നു. നീ ഒറ്റയ്ക്കായതുകൊണ്ട് വല്ലാത്ത ഡിപ്രഷനിലും മാനസിക രോഗത്തിലുമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. നിന്നെ വെറുതെ സപ്പോർട്ട് ചെയ്തെന്നേ ഉള്ളൂ. ദൈവം എന്നൊക്കെ പറയുന്നത് വെറും തോന്നലാണ്. ഇത് കേട്ടതോടെ കേറ്റിയുടെ ദേഷ്യം ആകാശത്തോളം ഉയർന്നു. അവൾക്ക് എന്ത് ചെയ്യാനും മടിയില്ലാത്ത അവസ്ഥയിലായി. പെട്ടെന്ന് അമാൻഡയുടെ മുഖം വിചിത്രമായ രീതിയിൽ ചുവക്കാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ കറുത്ത് പുറത്തേക്ക് തള്ളിവരികയും വായ മുഴുവൻ കറുപ്പ് നിറമാവുകയും മുഖത്തെ ഞരമ്പുകളെല്ലാം നീല നിറമാവുകയും ചെയ്തു. ഒരു ഭീകരമായ പിശാചിൻ്റെ രൂപമാണ് അമാൻഡയ്ക്കിപ്പോൾ ഉള്ളത്. ഒരു ദുഷ്ടശക്തി അവളുടെ ശരീരത്തിൽ കയറിയതാണെന്നും അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നതെന്നും കേറ്റിക്ക് തോന്നി. യഥാർത്ഥത്തിൽ ഇത് കേറ്റിയുടെ മാനസിക രോഗത്തിൻ്റെ ഭാഗമായുള്ള ഒരു കടുത്ത ഭ്രമം മാത്രമായിരുന്നു. ഇത് കണ്ട് പരിഭ്രാന്തയായ കേറ്റി ആ ദുഷ്ടശക്തിയെ കൊന്നു തീർക്കാനായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്രിക കൊണ്ട് അമാൻഡയുടെ കഴുത്തിൽ ആഞ്ഞുകുത്തി അവളെ കൊലപ്പെടുത്തുന്നു. താനൊരു പിശാചിനെ കൊന്ന് ദൈവത്തെ വിജയിച്ചു എന്ന ചിന്തയിൽ അവൾ ആഹ്ലാദിക്കാൻ തുടങ്ങി. പുറമേ നോക്കുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഈ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് എന്തെന്നാൽ കേറ്റി കടുത്ത ഏകാന്തതയും മാനസിക പ്രശ്നങ്ങളും അനുഭവിച്ചിരുന്ന ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. പണ്ട് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവളുടെ ചെറിയൊരു അശ്രദ്ധ കാരണം ഒരു രോഗിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ആ വലിയ കുറ്റബോധമാണ് പിന്നീട് അവളെ ഈ അവസ്ഥയിലാക്കിയത്. ഇതേ തുടർന്ന് അവൾക്ക് ജോലി നഷ്ടപ്പെടുകയും ആ വലിയ വിഷമത്തിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് അവൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തതും പിന്നീട് കടുത്ത മാനസിക ലോകത്തിലേക്ക് വീണുപോയതും. ദൈവീകമായ എന്തോ വലിയ അനുഭവം തനിക്കുണ്ടാകുന്നു എന്ന തോന്നലിൽ തൻ്റെ വിഷാദരോഗത്തിൻ്റെ ഭാഗമായുണ്ടായ പരിഭ്രാന്തികളെയും അസ്വസ്ഥതകളെയും ഒക്കെ ദൈവത്തിൻ്റെ സൂചനകളായിട്ടാണ് അവൾ കണ്ടത്. അവസാനം അമാൻഡ ഒരു പിശാചായി അവളുടെ മുന്നിൽ വന്നതും യഥാർത്ഥത്തിൽ അവളുടെ ഒരു തോന്നൽ മാത്രമായിരുന്നു. ദൈവത്തിൽ വിശ്വസിക്കാത്തവരെല്ലാം തിന്മയുടെ ഭാഗമാണെന്ന കടുത്ത ചിന്തയാണ് അമാൻഡയെ ഒരു പിശാചായി കാണാനും ഒടുവിൽ അവളെ കൊലപ്പെടുത്താനും കേറ്റിയെ പ്രേരിപ്പിച്ചത്.
എന്തായാലും ആ സംഭവത്തിന് ശേഷം കേറ്റ് തൻ്റെ മുറിയിലെത്തി ചോരയൊക്കെ കഴുകി വൃത്തിയാക്കുന്നു. താൻ വലിയൊരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി എന്ന വലിയൊരു ആശ്വാസം അവളുടെ മുഖത്ത് കാണാമായിരുന്നു. തൊട്ടടുത്ത ദിവസം രാവിലെ തൻ്റെ ശരീരത്തിൽ ചിറകുകൾ മുളച്ചതായും താനൊരു മാലാഖയായി ദൈവത്തിനരികിലേക്ക് പോകുകയാണെന്നും അവൾക്ക് അനുഭവപ്പെടുന്നു. എന്നാൽ ആ ചിറകുകളും യഥാർത്ഥമായിരുന്നില്ല. പിന്നീട് കേറ്റി കടൽ തീരത്തേക്ക് നടന്നു പോകുമ്പോൾ അവളുടെ തോളിൽ അങ്ങനെയുള്ള ചിറകുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ആ സമയത്തും അവൾ തൻ്റെ പഴയ വെള്ള വസ്ത്രം തന്നെയാണ് ധരിച്ചിരുന്നത്. അവൾ തൻ്റെ ശരീരത്തിലേക്ക് കത്തുന്ന തരത്തിലുള്ള ദ്രാവകമൊഴിച്ച് ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തുന്നു. കേറ്റി ഒരു മാലാഖയായി മാറുന്നതും അവളുടെ ശരീരത്തിൽ നിന്ന് വലിയ വെളിച്ചം പുറത്തേക്ക് വരുന്നതുമാണ് അടുത്ത നിമിഷം കാണിക്കുന്നത്. അവൾ ദൈവത്തിൻ്റെ വലിയൊരു ദൂതയായി മാറിയെന്നും അവിടെയുണ്ടായിരുന്ന ആളുകളെല്ലാം അവിടെ വണങ്ങുന്നതായും അവൾക്ക് തോന്നുന്നു. പക്ഷേ ഇതെല്ലാം അവളുടെ വെറും ഭ്രാന്തൻ ചിന്തകൾ മാത്രമായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവൾ തീയിൽ വെന്തുരുകി അലറി വിളിച്ച് മരിക്കുകയാണെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ സൈക്കോളജിക്കൽ ഹൊറർ സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ചും ഇതിൻ്റെ അവസാനത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശദീകരണങ്ങൾക്കായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു മികച്ച സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.